ഇടുക്കി ഗ്രാമ്പിയിൽ പരിക്കേറ്റ കടുവയെ ഇന്നും കണ്ടെത്താനായില്ല. കടുവ ഹില്ലാഷ്, അരണക്കൽ മേഖലകളിലേക്ക് നീങ്ങിയെന്നാണ് കരുതുന്നത്. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും ദൌത്യം നാളെയും തുടരും. കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഏരിയയിലൊന്നും നമുക്ക് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവ അവിടെ മൂവ് ചെയ്തതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫിസിക്കൽ പ്രസൻസ് ഇതുവരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഇത് നേരത്തെ വന്നിരുന്ന ട്രാക്കിൻ്റെ അവിടെ റിസർവ് ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയാണ്. അപ്പോൾ അവിടെ നിന്ന് കാട്ടിനകത്തോട്ട് തൽക്കാലത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ മയക്കുവെടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടീമുകളും കണ്ടിന്യൂ ചെയ്യും. ഡിസ്മാൻഡിൽ ചെയ്യുന്നില്ല, ടീംസ് എല്ലാം കണ്ടിന്യൂ ചെയ്യും. എന്തെങ്കിലും നമുക്ക് പ്രസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലായിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് സന്ദീപ് രാജാക്കാട്. ഇന്നലെ വൈകുന്നേരം ഒരു 6:15 ആയപ്പോൾ പറഞ്ഞത് ദാ വെടിവെക്കാൻ പോകുന്നു എന്നല്ലേ? ഇപ്പോൾ കടുവ കാട്ടിൽ പോയി എന്നാണോ പറയുന്നത്? ഗുഡ് ഈവനിങ് സുധാ. പറഞ്ഞത് അത്തരത്തിൽ തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഈ കടുവയുടെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഈ സ്നിഫർ ഡോഗിന്റെ സഹായത്തോടെയായിരുന്നു ഇന്ന് കൂടുതലും തെരച്ചിൽ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കടുവ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കടുവയില്ല എന്ന് സ്ഥിരീകരിക്കുകയും ഒപ്പം ഇവിടെ നിന്ന് അല്പം മാറിയിട്ടുള്ള അരണക്കല്ല്, ഹില്ലാഷ് മേഖലയിലേക്ക് നീങ്ങിയതായിട്ടും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും വനമേഖലയിലേക്ക് കയറി പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് വനംവകുപ്പ് ഉള്ളത്. പക്ഷേ നാട്ടുകാർക്ക് ആ കാര്യത്തിൽ എതിർപ്പുണ്ട്. നാട്ടുകാരായി എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് DFO അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകി. ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇന്ന് താൽക്കാലികമായി ദൗത്യം അവസാനിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നാളെയും ഇത് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് DFO വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ ഈ കടുവയെ കുടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ നടപടികളുമായി വനംവകുപ്പ് മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് ഈ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ടുള്ള ഹില്ലാഷ്, അരണക്കൽ മേഖലയിലേക്ക് നിലവിൽ ഈ ഗ്രാമ്പിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൂട് അവിടേക്ക് മാറ്റും. മറ്റ് 2 കൂടുകൾ കൂടി തെക്കടിയിൽ നിന്ന് എത്തിച്ച് ഗ്രാമ്പി മേഖലയിൽ സ്ഥാപിക്കുകയും ഈ കടുവയെ കുടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരം നീക്കങ്ങൾ കൂടി നടത്തും. ഒപ്പം തന്നെ ഈ നിലവിൽ രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക സംഘമടക്കം ഈ ദൗത്യത്തിന്റെ ഭാഗമായി രൂപീകരിച്ചിരിക്കുന്ന ആ സംഘത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഈ പ്രദേശത്തെ ആളുകൾ ഏറ്റവും കൂടുതലായി ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകൾക്ക് തോട്ടം തൊഴിലാളികളാണ്, അവർക്ക് മറ്റു വരുമാന മാർഗങ്ങളില്ല, പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനെല്ലാം പരിഹാരമുണ്ടാക്കണമെന്ന പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ DFO N രാജേഷ് വ്യക്തമാക്കിയത് ഇവിടെ ഒരു പ്രത്യേക വെള്ളമെടുക്കാൻ പോകുന്നിടത്തടക്കം ഇവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിൽ ഫോഴ്സിനെ ഉപയോഗിക്കും എന്നുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം ഈ തോട്ടം തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ടായിരിക്കും ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം കൂടി ഉറപ്പ് നൽകിയിരുന്നു. പരിക്ക് ഗുരുതരമാണ്. പക്ഷേ മയക്കുവെടി വയ്ക്കുന്നത് അടുത്ത ദിവസത്തേക്ക് നീളുകയാണ്. ഗ്രാമ്പിയിൽ ആളുകൾ ഇപ്പോഴും ആശങ്കയിലാണ്. താങ്ക് യു സന്ദീപ് രാജാക്കാട്.